ഈ കാണുന്നത് ഞാനിവിടെ 50 രൂപയ്ക്ക് മേടിച്ച മീഡിയ പ്ലെയർ പ്ലസ് ഗെയിം പ്ലെയർ ആണ്. അപ്പോൾ ഈ ഒരു മീഡിയ പ്ലെയർ ഇത് ഞാനിവിടെ 50 രൂപയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ലെന്നറിയാം. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലെയർ ഇതെനിക്ക് ആഗ്രക്കടയിൽ നിന്ന് 50 രൂപയ്ക്ക് കിട്ടിയതാണ്. റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അന്വേഷിച്ച് ആഗ്രകടയിൽ ചെന്നപ്പോൾ നമുക്ക് ഈ തവണ കിട്ടിയത് ഈ കാണുന്ന ഒരു ഗെയിം പ്ലെയർ ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ട് ഞാൻ ഈ ഒരു ഗെയിം പ്ലെയർ മേടിക്കാനുള്ള കാരണം ഇത് ശരിയാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിലും 50 രൂപയാണല്ലോ പോകുള്ളൂ എന്ന് കരുതിയാണ്. ഇത് ഞാൻ വാങ്ങിയത് തൊടുപുഴയുടെ വെട്ടി റോഡിലുള്ള ആഗ്രക്കടയിൽ നിന്നാണ്. അതുപോലെ ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളും അങ്ങനെ അധികം കിട്ടാനുമില്ല. അപ്പോൾ ഇത് മഴയൊക്കെ നനഞ്ഞ് കിടന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം തുരുമ്പെടുത്ത് പോയ ലക്ഷണമാണ് കണ്ടിട്ട്. അതുപോലെ ഈ ഒരു ഗെയിം പ്ലെയർ ഞാനിവിടെ മേടിക്കാനുള്ള മറ്റൊരു കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ പോയതാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയും നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡ് മാത്രം റിപ്പയർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നമുക്കിതൊന്ന് അടിച്ച് ഓപ്പണാക്കി നോക്കാം. അതുപോലെ ഇതിൽ ക്യാമറയൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയപ്പം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന പോലെയാണ്. ഡിസ്പ്ലേയുടെ സൈഡിൽ കൂടെയുള്ള ഫ്രെയിം എല്ലാം തുരുമ്പെടുത്ത് പോയി. ഇതിൻ്റെ ഡിസ്പ്ലേയുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് ഏകദേശം തീരുമാനമായ ലക്ഷണമാണ്. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിന് ഉപയോഗിച്ചിരുന്ന ബാറ്ററി ഇത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ഇതും കംപ്ലൈൻ്റ് ആയതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് ഇതിൽ നിന്ന്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ തുരുമ്പ് പോലെയുള്ളതും അതുപോലെ നല്ല കട്ടിക്കുള്ള കറ പോലെയൊക്കെയുള്ള എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡ്രോപ്പ് ടെക് എന്ന് പറഞ്ഞൊരു ക്ലീൻ ലിക്വിഡാണ്. ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. അതുപോലെ LCD ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമെയുള്ള ഒരു കവർ കാര്യങ്ങൾ ഇതെല്ലാം ഇത് നമുക്കിത് വെള്ളവും കൂടി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതുപോലെ ഈ ഒരു ഗെയിം പ്ലെയറിൻ്റെ മെയിൻ ബോർഡ് ഇത് നമ്മൾ WD-40 ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് എല്ലാം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഈ ഒരു ബോർഡ് ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബോർഡിൻ്റെ ഷോർട്ട് കൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഇതുപോലുള്ള SMD കമ്പോണൻസ് ഉള്ള ബോർഡുകളൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ബോർഡിൽ ഷോർട്ട് ഉണ്ടോയെന്നും അതുപോലെ കപ്പാസിറ്റി ഏതെങ്കിലുമൊക്കെ ഷോർട്ട് ആയിട്ടുണ്ടെന്നൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ബോർഡിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ഒരു ബോർഡിലെ പവർ ഓൺ ബട്ടണും OK ബട്ടണും ഇത് രണ്ടും സ്റ്റക്കായി നിൽക്കുവാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ഇതിലേക്ക് ഡിസ്പ്ലേയും ബാറ്ററി എല്ലാം കണക്ട് ചെയ്ത് പവർ ഓൺ ചെയ്ത് നോക്കിയ സമയത്ത് ഇത് ഓണായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഴയതുപോലെ എല്ലാം റീഫിറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു ഗെയിം പ്ലെയർ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലെയറിൻ്റെ ഫുൾ റീസ്റ്റോറേഷൻ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ YouTube ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആരോ ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയ ഒരു ഗെയിം പ്ലെയർ നമുക്കിപ്പം ഈ രീതിയിലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു മൾട്ടിമീഡിയ പ്ലെയർ എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഗെയിം കളിക്കാം. അതുപോലെ ഇതിൽ തന്നെ ക്യാമറയുണ്ട്, ഫോട്ടോസും വീഡിയോസ് എടുക്കാം. പിന്നെ മെമ്മറി കാർഡ് ഇട്ട് പാട്ട് കേൾക്കാനും അതുപോലെ വീഡിയോസ് കാണാനും ഫോട്ടോസ് കാണാനും എല്ലാം ഉപയോഗിക്കാം. പിന്നെ സൗണ്ട് റെക്കോർഡിംഗ് ഓപ്ഷൻസും ഉണ്ട്.